Nana Narayanan, and this is Sims Education Center Malappuram. We are dealing with the major paper 1, prose, the 6th chapter, the worship of the wealthy, G.K. Chesterton. Gilbert K. Chesterton, 1874 to 1936, born in London on May 29, 1874, was educated at Paul's School and then at University College London, where he studied English literature. അപ്പോൾ ഗിൽബർട്ട് കെ ചെസ്റ്റർട്ടൺ ജനിച്ചിട്ടുള്ളത് ലണ്ടനിൽ 1874 മെയ് 29 അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹം പോൾ സ്കൂളിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജ്, ലണ്ടനിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. He contributed articles on social and political issues of his day. In politics, he started as a liberal, condemned political corruption. He also wrote books on literary topics, and his brilliance as literary critic is revealed in his works Robert Browning 1903, Charles Dickens 1906, George Bernard Shaw and the Victorian Age in Literature 1913. As a creative writer, he wrote a number of poems, essays, plays, short stories and novels. His father Brown's stories are enjoyed worldwide. So അദ്ദേഹം എന്താ പറയുക, സോഷ്യൽ പൊളിറ്റിക്കൽ, അന്നത്തെ കാലത്തുണ്ടായിരുന്ന സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിൽ അദ്ദേഹം ഒരു പുരോഗമനവാദിയായിരുന്നു. ആൻഡ് ഇങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള കറപ്ഷൻ മീൻസ് അഴിമതിക്കൊക്കെ എതിരെ അദ്ദേഹം ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. അദ്ദേഹം ലിറ്റററി ടോപ്പിക്സിലും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള റോബർട്ട് ബ്രൗണിങ്, ചാൾസ് ഡിക്കൻസ്, ജോർജ് ബെർണാഡ് ഷോ, വിക്ടോറിയൻ ഏജ് ലിറ്ററേച്ചറിലൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ലിറ്റററി ക്രിട്ടിക് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പം ഒരു ക്രിയേറ്റീവ് റൈറ്ററാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരുപാട് കവിതകളും അതുപോലെ തന്നെ പ്രബന്ധങ്ങളും പ്ലേസും ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകളും നോവൽസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദർ ബ്രൗൺ സ്റ്റോറീസ് എന്ന് പറയുന്നത് ലോകമൊട്ടാകെ എല്ലാവരും എൻജോയ് ചെയ്തിരുന്ന ഒരു ഒന്നാണ്. ഇനി ഇതിൻ്റെ സമ്മറിയാണ്. Chesterton begins his essay with the comment that modern writers and journalists have found a new way of flattering the wealthy and the great. To get things done, a poor man has to flatter a rich man, calling the latter the wisest, bravest, tallest, strongest, most benevolent, most beautiful of mankind. The fact is that the man who receives such attributes knows that he does not deserve such encomiums. In the past, the courtiers handled the art of flattery with boundless enthusiasm, such as calling a king a son, and with a sword he has conquered Europe, Asia, Africa and America. അപ്പം ചെസ്റ്റർട്ടൺ അദ്ദേഹത്തിൻ്റെ എസ്സേ തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇന്നത്തെ എന്താ പറയുക, എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരിങ്ങനെ എന്താ പറയുക, വെൽത്തി ആയിട്ടുള്ള ആളുകളെയൊക്കെ വളരെ ഗ്രേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് മുഖസ്തുതി പറയുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് എന്നാണ് പറയണത്. അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്ത് കിട്ടാനായിട്ട്, ടു ഗെറ്റ് തിങ്സ് ഡൺ, കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടാനായിട്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ എന്താണ്, പണക്കാരനായ ഒരാളെ കുറിച്ച് മുഖസ്തുതി പറയുമായിരിക്കും. എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, അയാളാണ് അവിടുത്തെ ഏറ്റവും വയസ്സായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ എന്താണ് ബ്രേവസ്റ്റ് ആയിട്ടുള്ള, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ പരോപകാരിയായിട്ടുള്ള, അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള ആളെന്നൊക്കെ പാവപ്പെട്ട ഒരാൾ പൈസ കിട്ടാനായിട്ട് പണക്കാരനായിട്ടുള്ള ഒരാളെ കുറിച്ച് മുഖസ്തുതി പറയും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് പറയണത്, ഈ ഇങ്ങനെയുള്ള പ്രശംസയൊക്കെ കിട്ടുന്ന വ്യക്തിക്ക് അറിയാം താൻ അത് അർഹിക്കുന്നില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാജസേവകന്മാരൊക്കെ ഉണ്ട്, കോർട്ടിയേഴ്സ്, അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവരാണ് ഇങ്ങനെ മുഖസ്തുതി പറയുന്നത്.
ഭയങ്കര അതിരുകളില്ലാത്തൊരു ആവേശത്തോടു കൂടിയാണ് അവർ പറയുന്നത്. എന്താണ്, രാജാവിനെ കാണാൻ സൂര്യൻ്റെ പോലെയാണ്, എന്താ പറയുക, അദ്ദേഹം ആ ഒരു ഒറ്റ വാളുകൊണ്ട് അദ്ദേഹം യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും അമേരിക്കയും ഒക്കെ കീഴടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുഖസ്തുതി പറയുമായിരുന്നു രാജസേവകർ. അപ്പോൾ അതാണ് ഇന്നത്തെ പുതിയ തലമുറയിലുള്ള എഴുത്തുകാർ ചെയ്യുന്നത് എന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. In the modern times, a rich man is pictured as representing a type and then exaggerates the value and importance of the type. The rich man's special qualities such as clothes, hobbies, love of cats and dislike of doctors are highlighted by the writers who raise him to the level of a prophet and a savior of his kind. But the truth is that the person concerned is merely a private and stupid man who happens to like cats or dislike doctors. അപ്പോൾ ഈ ഒരു പുതിയ ഇന്നത്തെ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളെ എന്താ പറയുക എക്സാഗറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. എക്സാഗറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിക്ക് കഴിവുകളുണ്ട്, ആ കഴിവുകളെ ഉള്ളതിലും കൂടുതലായിട്ട് വലുതാക്കിയിട്ട് ഇങ്ങനെ പറയുക എന്ന് പറയും. അതാണ് എക്സാഗറേറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ അയാളുടെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആയിട്ട് പറഞ്ഞാൽ അയാളുടെ വസ്ത്രധാരണ രീതി, അയാളുടെ ഹോബീസ്, അയാളുടെ ക്യാറ്റിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഡോക്ടർമാരോടുള്ള വെറുപ്പ്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് എഴുത്തുകാർ അയാളെക്കുറിച്ച് എഴുതുക, പണക്കാരനായ അയാളെക്കുറിച്ച് എഴുതുക. അപ്പം എന്താ അവരിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തോന്നും അയാളൊരു പ്രവാചകനോ പാപവിമോചനനോ ഒക്കെ ആണെന്ന് തോന്നും. അത്രയും മീൻസ് അയാൾ ഒരു സാധാരണ മനുഷ്യനായിരിക്കും, പണം ഉണ്ട് എന്നുള്ളൊരു ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷേ എഴുത്തുകാരെന്താണ് അവരെ അങ്ങനെ എന്താ പറയുക വലിയ സംഭവമാക്കിയിട്ട് പറയുന്നത്. സോ പക്ഷേ അല്ല, സത്യം എന്താണെന്ന് വെച്ചാൽ അയാളൊരു ജസ്റ്റ് ഒരു സ്റ്റുപ്പിഡ് മാനായിരിക്കും. എന്താ പറയുക, അയാൾക്ക് ചിലപ്പോൾ കാറ്റുകൾ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർമാർ ഇഷ്ടമില്ലാതായിരിക്കാം, പക്ഷേ അയാളൊരു നോർമൽ പേഴ്സൺ ആണ്. ദാറ്റ്സ് ഓൾ. The modern writers concentrate on that the rich man does not have and they try to combine strict truth of fact, which was a vast atmosphere of awe and mystery. Chesterton feels that the method can be adapted to simple people. Next, the author takes up a study of words and phrases used in the art of flattery. Those words are simple or quiet or modest. These words are used without making any meaningful connection to the person concerned. Simplicity and modesty are very rare and royal human virtues, not be lightly talked about, but the writers use such words to describe a politician or a financier. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള എഴുത്തുകാരെന്താണ് റിച്ച് മാനിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താ പറയുക, അവർ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക ഇങ്ങനെ വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യം പോലെ അമ്പരപ്പ് ആളുകൾക്കിടയിലൊരു അമ്പരപ്പുണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്താണ്, ചെറിയ സിമ്പിളായിട്ടുള്ള ആളുകളിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ പറയണത് നെക്സ്റ്റ് ദ ഓതർ ടേക്സ് അപ്പ് എ സ്റ്റഡി ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ്ഡ് ഇൻ ആർട്ട് ഓഫ് ഫ്ലാറ്ററി. അപ്പോൾ മുഖസ്തുതി പറയാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെ കുറിച്ച്, വാക്കുകളെ കുറിച്ചിട്ടൊരു പഠനം നടത്തുകയാണെന്നാണ് പറയുന്നത്. ദോസ് വേർഡ്സ് ആർ സിമ്പിൾ ഓർ ക്വയറ്റ് ഓർ മോഡസ്റ്റ്. അപ്പോൾ ആ വാക്കുകൾ എന്ന് പറയുന്നത് സിമ്പിളായിരിക്കും, ക്വയറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മോഡസ്റ്റ് ആയിരിക്കും. These words are used without making any meaningful connection to the person concerned. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത വാക്കുകളായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. മീൻസ് സിമ്പിളാണ്, ക്വയറ്റാണ്, മോഡസ്റ്റാണ്, ചിലപ്പം ഇറ്റ് മേ ബി നോട്ട് ട്രൂ. സോ സിംപ്ലിസിറ്റി ആൻഡ് മോഡസ്റ്റി ആർ വെരി റെയർ ആൻഡ് റോയൽ ഹ്യൂമൻ വെർച്യൂസ് നോട്ട് ബി ലൈറ്റ്ലി ടോക്ക്ഡ് അബൌട്ട്. അപ്പോൾ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ലാളിത്യവും വിനയവും എന്താണ്, ഒരു റോയലായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളാണെന്നാണ് പറയണത്.
ബട്ട് ദ റൈറ്റേഴ്സ് യൂസ് സച്ച് വേർഡ്സ് ടു ഡിസ്ക്രൈബ് എ പൊളിറ്റീഷ്യൻ. പക്ഷേ എഴുത്തുകാരൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നല്ലവനായ ഒരു വ്യക്തിനെ കുറിച്ച് പറയാനാണ് സിംപ്ലിസിറ്റിയും മോഡസ്റ്റിയും എന്നുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ എഴുത്തുകാരൻ എന്താ ചെയ്യുന്നത്? അവർ ഒരു പൊളിറ്റീഷ്യനെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യറെയൊക്കെ കുറിച്ച് പറയാനാണ് ഈ ഒരു സിംപ്ലിസിറ്റി മോഡസ്റ്റി എന്നുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. Sometimes such words used in describing the death of a rich man. The rich man's home is called modest and his funeral is quiet. Everyone knows a rich man's funeral cannot be quiet or his home being modest. Chesterton recalls a funeral of the South African financier. It was a big event with sumptuous and intoxicating floral tributes. But the modern writers called it a simple and quiet funeral. So Chesterton does not understand as to what is required so that the funeral can be called lavish and loud. അപ്പം മരിച്ചിട്ടുള്ള ഒരു പണക്കാരനായ ഒരു വ്യക്തിനെ കുറിച്ച് പറയാനൊക്കെയാണ് ചിലപ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ അയാളുടെ വീട് എന്ന് പറയുന്നത് മോഡസ്റ്റാണ്. അതുപോലെ തന്നെ അയാളുടെ ഫ്യൂണറൽ എന്ന് പറയുന്നത് ക്വയറ്റാണ്. ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരണശേഷമുള്ള കർമ്മങ്ങളാണ് പറയുന്നത്. എവ്രി വൺ നോസ് ദാറ്റ് റിച്ച് മാൻസ് ഫ്യൂണറൽ. അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് റിച്ച് മാൻ്റെ ഫ്യൂണറൽ എന്ന് പറയുന്നത്. വളരെ ക്വയറ്റും മോഡസ്റ്റും ഒന്നും ആവില്ല ഒരിക്കലും. അദ്ദേഹം ഒരു സൗത്ത് ആഫ്രിക്കൻ ഫിനാൻഷ്യറായിട്ടുള്ള ബെയ്റ്റിൻ്റെ മരണശേഷമുള്ള ചടങ്ങുകളെ കുറിച്ച് പറയുകയാണ്. അത് വളരെയധികം എന്താ പറയുക രാജകീയമായതും എന്താ പറയുക ഇങ്ങനെ കുറേ ബുക്കുകളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ മോഡേൺ റൈറ്റേഴ്സ് അതിനെന്താ പറയണത്? ക്വയറ്റാണ്, മോഡസ്റ്റാണ്, സിമ്പിളാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചെസ്റ്റേഴ്സന് മനസ്സിലാവണില്ല എന്താണിപ്പോൾ ഒരു ഫ്യൂണറൽ, ഒരു മരണച്ചടങ്ങിന് എന്തിനത്ര ആഡംബരത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദമയമായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. Chesterton concludes that the present-day writers exhibit their automatic hypocrisy by using such words as quiet and modest. He thinks that word modest will become like honorable, used by the Japanese before nouns like umbrella and boot, so it is better to give the automatic hypocrisy and went back to real plain flattery as of old. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എഴുത്തുകാർ വളരെ സ്വയം പ്രേരിതമായിട്ടുള്ള ഒരു ഇതിലാണ് ഇങ്ങനെയുള്ള ക്വയറ്റ് മോഡസ്റ്റ് എന്നുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോണറബിൾ എന്നുള്ള ഒരു ഇതിൽ ഇപ്പോൾ ജപ്പാനീസുകാർ യൂസ് ചെയ്യുന്നുണ്ട്. അംബ്രല്ലയുടെ മുമ്പിലും ബൂട്ട്സിന് മുമ്പിലൊക്കെ ഹോണറബിൾ എന്ന് ചേർക്കുക. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഹിപ്പോക്രസി. അപ്പോൾ എന്താ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്വയം പ്രേരിതമായിട്ടുള്ള ഒരു ദ്വൈമുഖം. അത് ഇങ്ങനെ ഒരു പണ്ടത്തെ ഒരു എന്താ പറയുക മുഖസ്തുതി പറയുന്ന അതിന് തുല്യമായിട്ട് തന്നെ. അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. How, according to Chesterton, does a new way of eulogizing the rich and the great differ from the old method? അപ്പോൾ ചെസ്റ്റർട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ പുതിയ രീതിയിലുള്ള സ്തുതികൾ റിച്ച് മാനെ കുറിച്ച് പറയുന്നത്? പണ്ടത്തെ വേനേക്കാളും എന്ത് ഡിഫറൻസ് ആണുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ, അതെന്താണ്? In the past, flattery was more straightforward. It was meant to please the kings or the great. Even the man who receives such comments know the real truth. But the modern method is to take the rich man and to give a credible picture of his type of personality and then exaggerate the value and type of his class. അപ്പോൾ പണ്ടൊക്കെ ഫ്ലാറ്ററി എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു, സത്യസന്ധമായ രീതിയിലുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ മീൻസ് അന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെയും നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയാനാണ് ഈ ഫ്ലാറ്ററി മുഖസ്തുതി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് എന്താ പറയുക, മീൻസ് അന്നത്തെ കാലത്ത് അവർക്കറിയാം സത്യം എന്താണെന്ന്, അവരത് അർഹിക്കുന്നു. പക്ഷേ ഇന്നത്തെ മോഡേൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിച്ച് മാൻ ആയിട്ടുള്ള ആളെ ഇങ്ങനെ പ്രൈസ് ചെയ്യുക, അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിക്കോട്ടെ അയാൾ പ്രൈസ് ചെയ്യുക, പിന്നെ എക്സാഗ്രേറ്റ് ചെയ്യുക, അയാളെക്കുറിച്ച് വലുതാക്കി പറയുക.
അയാളുടെ വാല്യൂസിനെയും അയാൾ ഏത് ക്ലാസ്സിലാണോ വരുന്നത് അതിനെയൊക്കെ വലുതാക്കി പറയാം. അതാണ് ഇന്നത്തെ കാലത്ത് ഒരു മീൻസ് പണ്ടത്തെ കാലത്തെ മുഖസ്തുതി പറച്ചിലും ഇന്നത്തെ കാലത്ത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. What does Chesterton mean by the method of flattery by the simple operation of dealing almost in negatives? അപ്പോൾ എന്താ ഈ ഫ്ലാറ്ററി മുഖസ്തുതി എന്നുള്ളത് കൊണ്ട് ചെസ്റ്റേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? By the simple operation of dealing almost in negatives. The modern day flatter on the negative qualities of the person concerned and suggests rich manners above such qualities. Then he contracts to combine strict truth of fact with a vast atmosphere of and mystery around the person concerned. അപ്പോൾ പുതിയതായിട്ടുള്ള ഇപ്പം ഇന്നത്തെ കാലത്തെ മുഖസ്തുതി എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാളിറ്റി, ഒരു വ്യക്തിയുടെ നെഗറ്റീവ് ക്വാളിറ്റി പിന്നെ എന്താ പറയുക, flatter on the negative qualities of the person concerned and suggest that the rich man is above such qualities. അപ്പം ഈ മുഖസ്തുതി പറയുന്ന ആളുടെ നെഗറ്റീവ് ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ട് റിച്ച് മാനിൻ്റെ ക്വാളിറ്റീസൊക്കെ അതിൽ മുകളിലാണെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, ദെൻ ഹി കൺട്രാക്ട്സ് ടു കമ്പൈൻ സ്ട്രിക്ട് ട്രൂത്ത് ഓഫ് ഫാക്ട്. പിന്നെ അയാൾ എന്താണ് ആസൂത്രണം ചെയ്യാണ് ഇങ്ങനെ ഈ ഒരു സ്ട്രിക്ട് ട്രൂത്ത് ഓഫ് ഫാക്ടിനെ ഒരു വാസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ വളരെ രഹസ്യമായിട്ട് ആളുകൾക്കിടയിൽ അമ്പരപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ പറയാം, മീൻസ് ആ ഒരു വ്യക്തിനെ കുറിച്ച്. In what way the words quite simple, modest employed by writers to flatter the rich? The modern writers have found a way of flattering the rich and the great by using such words as quite simple and modest. These words are used without any relevance to the person. ഏത് രീതിയിലാണ് ക്വൈറ്റ് സിമ്പിൾ, മോഡസ്റ്റ് എന്നുള്ള വാക്കുകളൊക്കെ ആളുകളെ പണക്കാരായ ആളുകളെ കുറിച്ച് മുഖസ്തുതി പറയാനായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചത്. അത് മീൻസ് എന്താണ്, ഈ റിച്ച് ആയിട്ടുള്ള ആളുകളെ ഗ്രേറ്റ് ആയിട്ട് പറയാനായിട്ടാണ് ക്വൈറ്റ് സിമ്പിൾ, മോഡസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ വ്യക്തിയും ആ വാക്കുകളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. What are Chesterton's comments on reports of the funeral of the ചെസ്റ്റേഴ്സൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പണക്കാരായ ആളുകളുടെ ഫ്യൂണറൽസ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. Modern writers' flattery assumes a different dimension in describing the deaths of the rich. Writers call the funerals of the rich simple and quiet. On the contrary, the funeral was attended by dignitaries and the floral tributes were sumptuous, splendid and intoxicating. അപ്പോൾ പുതിയ എഴുത്തുകാർ എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷനിലാണ് മരിച്ചു പോയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഫ്യൂണറൽ എന്ന് പറയുന്നത് സിമ്പിളും ക്വൈറ്റും ആണെന്ന് പറയുന്നുണ്ട് അവർ. പിന്നെന്താണ്, ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുന്നത് ഡിഗ്നിറ്ററീസ് ആണ്. അതുപോലെ തന്നെ സ്പ്ലെൻഡിഡ് എന്താ പറയുക, ഫ്ലോറൽ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, രാജകീയവും മനോഹരവും ഉത്തേജകവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദ റെഫറൻസ് ടു ദ ജാപ്പനീസ് യൂസ് ഓഫ് ദ വേർഡ് ഹോണറബിൾ? What is the relevance of the reference to the Japanese use of the word honorable? Chesterton complains the modern day flatterers use words like modest and simple, even in describing a big event. In this connection, he says that the Japanese would use honorable before every noun such as honorable umbrella, honorable brutes, etc. അപ്പോൾ എന്തിനാണ് ഈ ജപ്പാനീസുകാർ ഹോണറബിൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്തതിനെ കുറിച്ച് പറയണം, അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയണത്, മോഡേൺ റൈറ്റേഴ്സ് പറയണത് അവർ മോഡസ്റ്റ്, സിമ്പിൾ എന്നുള്ള വേർഡ്സൊക്കെ എന്താണ്, വലിയ കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജപ്പാനീസ് എന്താണ്, ഹോണറബിൾ എന്നുള്ള വാക്ക് ഒരു നൗൺ, എല്ലാ നൗണിൻ്റെ കൂടെ യൂസ് ചെയ്യും. ഹോണറബിൾ അബ്രല്ല, ഹോണറബിൾ ബ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. വാട്ട് ഈസ് എ പാരഡോക്സ്? കമൻറ്റ് ഓൺ Chesterton's use of it. Paradox is a rhetorical device used to attract attention to secure
emphasis. For example, the writers exaggerate certain qualities which cannot be found in the person on whom they shower praises. Suppose a writer wants to say something about a rich man. There is not much to say about what he does think or like or admire, but the writer can suggest whose vistas of the person's taste and philosophy by writing a great deal about what he does not think or like to admire. അപ്പോൾ പാരഡോക്സ് എന്താണ്? പാരഡോക്സ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ചെസ്റ്റേഴ്സൺ അതെങ്ങനെ യൂസ് ചെയ്യുന്നത്? പാരഡോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിട്ടോറിക്കൽ ഡിവോയ്സാണ്, ഒരു അലങ്കാര ബഹുലമായിട്ടുള്ളൊരു ഡിവോയ്സാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഒരു മനുഷ്യന് ഇല്ലാത്ത കഴിവിനെ കുറിച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ ഉള്ളതിലും വലുതാക്കി പറയും. അപ്പോൾ ഒരു റിച്ച് മാനെ കുറിച്ചാണ് അയാൾക്ക് പറയേണ്ടത് വെച്ചാൽ അങ്ങനെ ഒരുപാടൊന്നും പറയാനില്ലെങ്കിൽ എന്താ റൈറ്റർ എന്ത് ചെയ്യും, അയാളുടെ എല്ലാ ഇരുവശമുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും. പിന്നെന്താണ്, and philosophy by writing a great deal about what he does not think or like or admire. അപ്പോൾ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഫിലോസഫി പറയുകയാണ്, അയാൾ ചിന്തിക്കുകയോ ഇഷ്ടപ്പെടുക അഡ്മയർ ചെയ്യുകയൊന്നും ചെയ്യാത്ത കാര്യത്തിന്.